ഓൾ ഇന്ത്യ പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട MCQs ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട MCQs ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോമണസ്റ്റ് സൈറ്റ് ഓഫ് ഈസോഫാജിയൽ കാർസിനോമ മെയിൻലി സ്ക്വാമസ് സെൽ കാർസിനോമ ഈസ് അപ്പർ 1/3, മിഡിൽ 1/3, ലോവർ 1/3, നൺ. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈസോഫാജിയൽ കാർസിനോമയുടെ സൈറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഈസോഫാജിയൽ കാർസിനോമ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സ്ക്വാമസ് സെൽ കാർസിനോമയുണ്ട്, അഡിനോ കാർസിനോമയുണ്ട്. അപ്പോൾ ഇതിന് ഡിഫറെൻറ്റ് സൈറ്റുകളാണ് മെയിനായിട്ടും പറയുന്നത്. ഇപ്പോൾ സ്ക്വാമസ് സെൽ കാർസിനോമയുടെ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മിഡിൽ 1/3 ആണ് വരുന്നത്. ഇനി അഡിനോ കാർസിനോമയുടെ സൈറ്റാണ് ചോദിക്കുന്നതെങ്കിൽ അത് ലോവർ 1/3 എന്ന് എഴുതണം. അപ്പോൾ ഇതാണ് ഡിഫറൻസ്. സ്ക്വാമസ് സെൽ കാർസിനോമ പറയുമ്പോൾ മെയിൻലി പറയുന്നത് മിഡിൽ 1/3 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, മിഡിൽ 1/3. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബാരറ്റ്സ് അൾസർ ഈസ് ഡ്യൂ ടു ഇഷീമിയ, എക്ടോപിക് ഗ്യാസ്ട്രിക് മ്യൂക്കോസ, ബൈൽ റിഫ്ലെക്സ് ഈസോഫാജൈറ്റിസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സ് ഈസോഫാജൈറ്റിസ് ആണ് വരുന്നത്. അതായത് ബാരറ്റ്സ് അൾസർ ഉണ്ടാവുന്നത് GERD എന്ന് പറഞ്ഞൊരു ക്ലിനിക്കൽ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലെക്സ് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാരറ്റ്സ് അൾസർ ഉണ്ടാവുന്നത്. ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ സ്റ്റൊമക്കിലെ കണ്ടൻസ് എല്ലാം ഈസോഫാഗസിലേക്ക് റിഫ്ലക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ റീഗേർജിറ്റേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈസോഫാഗസിൻ്റെ ലോവർ പാർട്ടിലായിട്ട് ഒരു തിക്നെസ്സും റെഡ്നെസ്സും ഒക്കെ കാണുന്നു, ഈ ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സിൻ്റെ ഫലമായിട്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനെയാണ് ബാരറ്റ്സ് അൾസർ എന്ന് പറയുന്നത്. ഈ ബാരറ്റ്സ് അൾസർ ഉണ്ടായിക്കഴിയുമ്പോൾ അത് ഈസോഫാജിയൽ കാർസിനോമയിലേക്ക് അത് ഗ്രാജുവലി കൊണ്ടെത്തിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലെക്സ് ഡിസീസിൻ്റെ ഫലമായിട്ടാണ് ബാരറ്റ്സ് അൾസർ ഉണ്ടാവുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ട്രോയീസിയോ സൈൻ ഈസ് ഓപ്ഷൻസ് റൈറ്റ് സുപ്രാക്ലാവിക്കുലാർ ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ്, ലെഫ്റ്റ് സുപ്രാക്ലാവിക്കുലാർ ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ്, കാർപ്പോപെഡൽ സ്പാസം, മൈഗ്രേറ്റിംഗ് ത്രോംബോഫ്ലിബൈറ്റിസ്. അപ്പോൾ ട്രോയീസിയോ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലെഫ്റ്റ് സുപ്രാക്ലാവിക്കുലാർ ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റിനെയാണ് ട്രോയീസിയോ സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ലെഫ്റ്റ് സുപ്രാക്ലാവിക്കുലാർ ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ്. അപ്പോൾ ഈ ട്രോയീസിയോ സൈൻ ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ മാലിഗ്നൻസി ഉണ്ടാകുമ്പോഴാണ് ഇതുണ്ടാവുന്നത്. വേറെ കണ്ടീഷൻസിൻ്റെ ഫലമായിട്ടും ട്രോയീസിയോ സൈൻ നമുക്ക് കാണാൻ പറ്റും. അതായത് ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അല്ലെങ്കിൽ ചെസ്റ്റ് റീജിയനിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ലിംഫോമ, ഇതിൻ്റെ ഫലമായിട്ടും ട്രോയീസിയോ സൈൻ കാണുന്നു. പക്ഷേ മെയിൻലി ട്രോയീസിയോ സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ മാലിഗ്നൻസിയാണ്. ഇതാണ് ഇവിടെ ഓർക്കേണ്ട പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമണസ്റ്റ് സൈറ്റ് ഓഫ് ഡൈവർട്ടിക്കുലോസിസ് ഈസ് സീൻ ഇൻ ഓപ്ഷൻസ് അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ ആൻഡ് സിഗ്മോയിഡ് കോളൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി, സിഗ്മോയിഡ് കോളൻ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഡൈവർട്ടിക്കുലോസിസ് കോളി എന്ന കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഇത് നമുക്ക് പ്രായമാകുമ്പോൾ, അതായത് ഓൾഡ് ഏജ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമൺ ക്ലിനിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ ഓൾഡ് ഏജ് ആകുമ്പോൾ ഗ്രാജുവലി നമ്മുടെ ഇൻറ്റെസ്റ്റിൻ്റെ ലൈനിങ് ഒക്കെ വളരെ വീക്കാവുകയും അതിൻ്റെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഫുഡ് വേസ്റ്റുകളെല്ലാം അതിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇൻറ്റെസ്റ്റിനിൽ കൂടി ഇങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീക്കർ പാർട്ടിലെത്തുമ്പോൾ അത് കൂടുതൽ പുഷ് ചെയ്തിട്ട് അവിടെ പോക്കറ്റ്സ് ആയിട്ട് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ പൗച്ചസ് ആയിട്ട് ഫോം ചെയ്യുന്നു. അത് നമുക്ക് ഈ ഫിഗറിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ചെറിയ ചെറിയ പോക്കറ്റ്സ് പോലെ ഫോം ചെയ്യുന്നു. ഈ പോക്കറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഡൈവർട്ടിക്കുലോസിസ്. മെയിൻലി ഇത് കോളൻ റീജിയനിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഡൈവർട്ടിക്കുലോസിസ് കോളി എന്നതിനെ വിളിക്കുന്നത്. ഇനി കോളൻ റീജിയനിലാണെങ്കിലും അത് ഏത് പാർട്ടിലാണ്? സിഗ്മോയിഡ് കോളനിലാണ് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് ആ ഒരു ഫിഗറിൽ നമുക്ക് മനസ്സിലാവുന്നതാണ് സിഗ്മോയിഡ് റീജിയനിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇനി ഈ കാണുന്ന പൗച്ചസിന് എന്തുണ്ടാവുന്നു? അതിൻ്റെ ഉള്ളിൽ സെക്കൻഡറി ആയിട്ട് എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് ഡൈവർട്ടിക്കുലൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഡൈവർട്ടിക്കുലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൗച്ചസിനെ വിളിക്കുന്ന പേരാണ് ഡൈവർട്ടിക്കുലം, അല്ലെങ്കിൽ ആ ഒരു പൗച്ചസിൻ്റെ ഫോർമേഷനെ വിളിക്കുന്ന പേരാണ് ഡൈവർട്ടിക്കുലോസിസ്. അതിനുണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ആ ഒരു ഇൻഫെക്ഷനെ വിളിക്കുന്ന പേരാണ്, അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഡൈവർട്ടിക്കുലൈറ്റിസ്.
അപ്പോൾ ഇത് ഉണ്ടാവുന്ന റീജിയൻ ഏതാണെന്ന് ഓർക്കുക, സിഗ്മോയിഡ് കോളനാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബട്ട്ചിയാരി സിൻഡ്രോം ഈസ് ഡ്യൂ ടു ദ ബ്ലോക്കേജ് ഓഫ് ഇൻഫ്രാറീനൽ ഇൻഫീരിയർ വീന കാവ, റീനൽ പാർട്ട് ഓഫ് ഇൻഫീരിയർ വീന കാവ, സുപ്പീരിയർ മിസെൻട്രിക് വെയിൻ ത്രോംബോസിസ്, ഹെപ്പാറ്റിക് വെയിൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. ബ്ലോക്കേജ് ഓഫ് ഹെപ്പാറ്റിക് വെയിൻസ് ആണ് ഇതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ബട്ട്ചിയാരി സിൻഡ്രോം എന്താണെന്ന് നോക്കാം. ബട്ട്ചിയാരി സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പാറ്റിക് വെയിൻസിൻ്റെ ഔട്ട്ഫ്ലോയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഒബ്സ്ട്രക്ഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ബട്ട്ചിയാരി സിൻഡ്രോം. നമുക്കറിയാം ഹെപ്പാറ്റിക് വെന്യൂൾസ് അല്ലെങ്കിൽ വെയിൻസിൽ നിന്നുള്ള ബ്ലഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇൻഫീരിയർ വീനക്കാവയിലേക്കാണ് പോകുന്നത്. അതായത് ആ ഇംപ്യൂർ ബ്ലഡ് ഇൻഫീരിയർ വീനക്കാവയിലേക്ക് പോയിട്ട് ഫൈനലി അത് റൈറ്റ് ഏട്രിയത്തിലേക്കാണ് പോകുന്നത്. റൈറ്റ് ഏട്രിയത്തിൽ നമുക്കറിയാം ഗ്രാജുവലി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും അതുപോലെ പൾമണറി സർക്കുലേഷനിലേക്കും പോകുന്നു. അത് പ്യൂരിഫിക്കേഷൻ അതല്ലെങ്കിൽ ഓക്സിജനേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അത് ട്രാവൽ ചെയ്യുന്നു. അതാണ് അതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാത്തിൻ്റെ എവിടെയെങ്കിലും, അതായത് ഹെപ്പാറ്റിക് വെന്യൂൾസിൽ നിന്ന് ഇൻഫീരിയർ വീനക്കാവ വഴി റൈറ്റ് ഏട്രിയത്തിലേക്ക് പോകുന്ന ആ ഒരു പാത്ത് വേയിൽ എവിടെയെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബട്ട്ചിയാരി സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ബട്ട്ചിയാരി സിൻഡ്രോമിൽ റീസൺ പറയുന്നത് ഒരു ഒബ്സ്ട്രക്ഷനാണ്. ആ ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ത്രോംബോസിസ് കാരണമുള്ള ഒബ്സ്ട്രക്ഷൻ ആകാം, അല്ലെങ്കിൽ നോൺ ത്രോംബോട്ടിക് ആയിട്ടുള്ള ഒബ്സ്ട്രക്ഷൻ ആകാം. ഈ രണ്ട് രീതിയിലും അതുണ്ടാവാം. അപ്പോൾ മെയിനായിട്ടും ഈ ബട്ട്ചിയാരി സിൻഡ്രോമിൻ്റെ സിംറ്റംസ് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ട്രയാഡ് പഠിക്കാനുണ്ട്. ആ ട്രയാഡിൽ വരുന്നതാണ് അബ്ഡോമിനൽ പെയിൻ, അസൈറ്റീസ് ആൻഡ് ഹെപ്പറ്റോമെഗലി. ഈ 3 കാര്യങ്ങൾ ഓർക്കുക. അബ്ഡോമിനൽ പെയിൻ, അസൈറ്റീസ് ആൻഡ് ഹെപ്പറ്റോമെഗലി. ഇതാണ് ട്രയാഡ് ഓഫ് ബട്ട്ചിയാരി സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ബട്ട്ചിയാരി സിൻഡ്രോം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒബ്സ്ട്രക്ഷൻ ഓഫ് ഹെപ്പാറ്റിക് വീനസ് ഔട്ട്ഫ്ലോ, അതാണ് ബട്ട്ചിയാരി സിൻഡ്രോം എന്ന് പറയുന്നത്.